ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ +2 ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 ഹൈറ്റ്സ് ഓഫ് ഹാർമണി എന്ന് പറയുന്ന യൂണിറ്റിലെ അമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്ന വർക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അമിഗോ ബ്രദേഴ്സ് റിട്ടൺ ബൈ പി തോമസ്. ആമിഗോ, ദ വേർഡ് ആമിഗോ എന്ന് വെച്ചാൽ അർത്ഥം ഫ്രണ്ട്സ് എന്നാണ്. ആമിഗോ മീൻസ് ഫ്രണ്ട്സ്. ഓക്കെ, സോ ആമിഗോ ബ്രദേഴ്സ് മീൻസ് സുഹൃത്തുക്കളായ സഹോദരങ്ങൾ. ഓക്കെ, so we can move on to the lesson. Antonio Cruz and Felix Vargas were both 17 years old. They were so together in friendship that they felt themselves to be brothers. They had known each other since childhood, growing up on the Lower East Side of Manhattan in the same building. So Antonio Cruz and Felix Vargas, രണ്ടുപേരും 17 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ആന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വാഗസ്, രണ്ടുപേരും 17 വയസ്സാണ്. They were so together in friendship that they felt themselves to be brothers. സോ അവർ തമ്മിൽ എങ്ങനെയാണ്, വളരെ നല്ല സുഹൃത്ത് ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടേത് സുഹൃത്തുക്കളെക്കാൾ ഉപരി സഹോദരങ്ങളെ പോലുള്ള ബന്ധമാണ്. ഓക്കെ, they had known each other since childhood, growing up on the Lower East Side of Manhattan in the same building. സോ ചെറുപ്പം മുതലേ അവർ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. നല്ല പോലെ അറിയാമായിരുന്നു അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അവർ ഒരേ മനസ്സോടുകൂടി സ്നേഹിച്ച സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അവർ വളർന്നത് മാൻഹട്ടനിലെ ലോവർ ഈസ്റ്റ് സൈഡിലുള്ള ഒരേ കെട്ടിടത്തിലാണ്, സെയിം ബിൽഡിങ്ങിലാണ് അവര് വളർന്നത്. ഓക്കെ, Antonio was fair, lean and lanky, while Felix was dark, short and husky. Antonio's hair was always falling over his eyes, while Felix wore his black hair in a natural afro style. So Antonio വെളുത്ത് നീണ്ട് മെലിഞ്ഞതായിരുന്നു. ഫെയർ, ലീൻ ആൻഡ് ലാങ്കി, നല്ല മെലിഞ്ഞിട്ട് നീണ്ട് നല്ല വെളുത്തിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ആൻഡ് ഫെലിക്സ് വാസ് ഡാർക്ക്, ഷോർട്ട് ആൻഡ് ഹസ്കി. ഫെലിക്സ് ആണെങ്കിൽ പൊക്കം കുറഞ്ഞ് കുറച്ച് ഇരുണ്ട്, കുറച്ച് തടിച്ചൊക്കെ ആയിരുന്നു. ഓക്കെ, അന്റോണിയോസ് ഹെയർ വാസ് ഓൾവേസ് ഫോളിങ് ഓവർ ഹിസ് ഐസ്. അന്റോണിയോയുടെ മുടി എപ്പോഴും എങ്ങനെയാണ്, തലമുടി എപ്പോഴും അവന്റെ കണ്ണുകളിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കും. while Felix wore his black hair in a natural afro style. അതേസമയം ഫെലിക്സിന്റെ ആണെങ്കിൽ അവന്റെ വളരെ കറുത്തിട്ടുള്ള തലമുടി. ഫെലിക്സ് വോർ ഹിസ് ബ്ലാക്ക് ഹെയർ ഇൻ എ നാച്ചുറൽ ആഫ്രോ സ്റ്റൈൽ. ആഫ്രോ സ്റ്റൈലിലാണ് അവന്റെ തലമുടി വെച്ചിരിക്കുന്നത്. രണ്ടു പേർക്കും എങ്ങനെയാണ്, ഒരേപോലെ വളരെ നല്ല സുഹൃത്തുക്കളായിട്ട് വളർന്നു വരുന്നവരാണ്. Each youngster had a dream of someday becoming a lightweight champion of the world. So ഓരോ ചെറുപ്പക്കാർക്കുമുള്ള ഡ്രീംസ്, എല്ലാവർക്കും സ്വപ്നം ഉണ്ടായിരിക്കുമല്ലോ. സോ അതുപോലെ യങ്സ്റ്റേഴ്സിന്, ഈ രണ്ട് കുട്ടികൾക്കും എങ്ങനെയാണ്, അവർക്കും ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ലോകത്തിലെ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യന്മാരാകണം, ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്, ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആവണമെന്ന് അവരുടെയും ആഗ്രഹമായിരുന്നു. എവറി ചാൻസ് they had, the boys worked out, sometimes at the boys club and sometimes at the gym. Early morning sunrises would find them running along the East River Drive, wrapped in a sweatshirts and short towels around their necks. So avarku kittunna oro chance, every chance they had, the boys worked out. അവർക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം അവർ നന്നായിട്ട് എക്സസൈസ് ചെയ്തിരുന്നു. ഓക്കെ, സംടൈംസ് അറ്റ് ദ ബോയ്സ് ക്ലബ് ആൻഡ് സംടൈംസ് അറ്റ് ദ ജിം. ചിലപ്പോഴൊക്കെ അവർ എക്സസൈസ് ചെയ്തിരുന്നത് ബോയ്സ് ക്ലബിൽ വെച്ചും ചിലപ്പോൾ ജിമ്മിലും. Early morning sunrises would find them running along the East River Drive, wrapped in sweatshirts and short towels around their necks. സോ രാവിലെയൊക്കെ വളരെ നേരത്തെ എങ്ങനെയാണ്, എന്നും രാവിലെ അവര് ഓടാൻ പോയിരുന്നു. Some would find them running along the East River Drive. അവരുടെ ഷർട്ട്സ് എല്ലാം വിയർത്ത് കുളിച്ച് അവര് വളരെ നന്നായിട്ട് അധ്വാനിച്ചിരുന്നു ഇതിനു വേണ്ടിയിട്ട്. ഒരു ബനിയനൊക്കെ ധരിച്ച് അതെല്ലാം ഭയങ്കരമായിട്ട് വേർത്തൊട്ടിയിരിക്കും. കഴുത്തിൽ ഒരു ചെറിയ ടവലൊക്കെ കെട്ടി അവര് എക്സസൈസ് ചെയ്യുന്നത്, രാവിലെ തന്നെ ഓടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. While some youngsters were into street negatives,
Antonio and Felix slept, ate, rapped, and dreamt positive. ചില ഇവരുടെ അതേ പ്രായത്തിലുള്ള ചെറുപ്പക്കാര് ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ വഴികളിലൊക്കെ ഇറങ്ങുമ്പോൾ, ചീത്ത കാര്യങ്ങളിലൊക്കെ വ്യാപിച്ചിരിക്കുമ്പോൾ അന്റോണിയോയും ഫെലിക്സും എന്താണ്, അവര് പ്രോപ്പറായിട്ട് ഉറങ്ങുന്നു, ആഹാരം കഴിക്കുന്നു, വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അവരിൽ ഉണ്ടാവുന്നു. ഓക്കെ, അവരെപ്പോഴും നല്ല കാര്യങ്ങൾ സ്വപ്നം കാണുന്നു. Between them, they had a collection of fight magazines plus a scrapbook filled with torn tickets to every boxing match they had ever attended and some clippings of their own. So, അവരുടെ കയ്യിൽ അവർക്കൊരു ഫൈറ്റ് മാഗസീനുകളുടെ ഒരു ശേഖരം തന്നെ ഉണ്ട്. ഓക്കെ, അവര് കാണാൻ പോയിരുന്ന എല്ലാ ബോക്സിംഗ് മാച്ചുകളുടെ കീറിയ ടിക്കറ്റുകളും അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ തന്നെ ചിലപ്പോ എന്തെങ്കിലും വാർത്താ ശകലങ്ങൾ, സം ക്ലിപ്പിംഗ്സ് ഓഫ് ദെയർ ഓൺ, അവരുടെ തന്നെ ചിലപ്പോ എന്തെങ്കിലും ക്ലിപ്പിംഗ്സോ അങ്ങനെ പത്രത്തിലൊക്കെ വരുന്ന അത്തരത്തിലുള്ള ചെറിയ ചെറിയ വാർത്തകളെല്ലാം അവർ വളരെയധികം അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു. Now, after a series of elimination bouts, they had been informed that they were to meet each other in the division finals that were scheduled for the 7th of August, 2 weeks away, the winner to represent the boys club in the Golden Gloves Championship tournament. So, ipo ഒരുപാട് now after a series of elimination bouts, പല elimination ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം, ബൗട്ട്സ് ഫൈറ്റ്സ് എല്ലാം പല elimination fights എല്ലാം കഴിഞ്ഞപ്പോ they had been informed that they were to meet each other in the division finals. Okay, അവരോട് അറിയിപ്പ് കിട്ടിയിരിക്കുകയാണ് അവർക്ക്. എന്താണ്? ഓഗസ്റ്റ് 7 നടക്കുന്ന ഫൈനലില് അവർ രണ്ടുപേരുമാണ് എതിരാളികളായിട്ട് പോരാടുന്നത്. ഡിവിഷൻ ഫൈനൽസില് അവർ രണ്ടുപേരും, ആന്റോണിയോയും ഫെലിക്സുമാണ് എതിരാളികൾ. ഓക്കെ, ഓഗസ്റ്റ് 7 മാച്ച്. 2 weeks away, the winner to represent the boys club in the Golden Gloves Championship tournament. So, അതിലെ വിജയാണ് ഗോൾഡൻ ഗ്ലവ്സ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റിലെ ബോയ്സ് ക്ലബിനെ പ്രതിനിധീകരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ രണ്ടാഴ്ചകൾക്ക് ശേഷം ഓഗസ്റ്റ് 7 വരുന്ന ഡിവിഷൻ ഫൈനൽസിൽ ഇവർ രണ്ടുപേരുമാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് എന്ന് ഇവർക്ക് അറിയിപ്പ് കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിലെ വിജയിയാണ് ഗോൾഡൻ ഗ്ലവ്സ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റിലെ ബോയ്സ് ക്ലബിനെ പ്രതിനിധീകരിക്കുന്നത്. ഓക്കെ, the two boys continued to run together along the East River drive, but even when joking with each other, they both sensed a wall rising between them. So, അവര് ഒന്നിച്ചുള്ള ആ ഒരു എക്സസൈസും ഓട്ടവും ഒക്കെ തുടർന്നു കൊണ്ടിരുന്നു. പക്ഷേ ഈവൻ വെൻ ജോക്കിംഗ് വിത്ത് ഈച്ച് അതർ, അവര് തമാശ പറയുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ they both sensed a wall rising between them. അവർക്കിടയിൽ ഒരു മതിൽ ഉയരുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം രണ്ടുപേരുടെയും സ്വപ്നമാണ് ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുക, വിജയിക്കുക എന്നത്. അതേസമയം ഇപ്പൊ രണ്ടുപേരും വളരെ നല്ല സുഹൃത്തുക്കളായി സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന രണ്ടുപേരുമാണ് ഇപ്പൊ മത്സരിക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. One morning, less than a week before their bout, they met as usual for their daily workout. ഒരു ദിവസം രാവിലെ അവരുടെ ആ ഒരു ഫൈറ്റിന് ഇനി ഒരാഴ്ച മാത്രം ബാക്കിയുണ്ട്. അവരുടെ സാധാരണ ആ ഒരു എക്സസൈസിന് വേണ്ടിയിട്ട് അവര് രണ്ടുപേരും ഒരുമിച്ച് വന്നു. Antonio glanced at Felix, who kept his eyes purposely straight ahead, pausing from time to time to do some fancy leg work while throwing 1-2s followed by uppercuts to an imaginary jaw. So, നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഫെലിക്സിനെ അന്റോണിയോ നന്നായിട്ട് നോക്കി. അന്റോണിയോ ഗ്ലാൻസ്ഡ് അറ്റ് ഫെലിക്സിനെ നോക്കുകയാണ് അന്റോണിയോ. ഫെലിക്സ് എങ്ങനെയാണ്? ഹു കെപ്റ്റ് ഹിസ് ഐസ് പർപ്പസ്ലി സ്ട്രെയിറ്റ് അഹെഡ്. അയാള് നേരെ എന്തിനെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോസിംഗ് ഫ്രം ടൈം ടു ടൈം ടു ഡു സം ഫാൻസി ലെഗ് വർക്ക്. അവൻ ഇങ്ങനെ കാലുകൾ കൊണ്ട് ചില നീക്കങ്ങൾ ഇങ്ങനെ പരിശീലിച്ചു കൊണ്ടിരിക്കുകയാണ്. while throwing 1-2s followed by uppercuts to an imaginary jaw. സോ ഒരു സാങ്കല്പിക എതിരാളിയെ ഇടിക്കുന്നതായിട്ടൊക്കെ സങ്കല്പിച്ചുകൊണ്ട് പരിശീലനത്തിന്റെ ഓരോരോ സ്റ്റെപ്സ് അവൻ ഇങ്ങനെ കാണിക്കുകയാണ്. ആഫ്റ്റർ എ മൈൽ ഓർ സോ, ഫെലിക്സ് puffed and said, "Let's stop a while, bro. I think we both got something to say to each other." സോ കുറച്ചു ദൂരം ഇങ്ങനെ നടന്നിട്ട് എന്താണ് ഫെലിക്സ് പെട്ടെന്ന് നിർത്തി. എന്നിട്ട് എന്ത് പറഞ്ഞു? നമുക്കൊന്ന് കുറച്ചു നേരം സംസാരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന്
എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് വി ബോത്ത് ഗോട്ട് സംതിങ് ടു സേ ടു ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ നമുക്ക് രണ്ടുപേർക്കും സംസാരിക്കാനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. Man, I don't know how to come out with it. Antonio helped. It's about our fight, right? സോ രണ്ടുപേർക്കും അറിയാം അവരുടെ സംഘടനത്തിനെ പറ്റിയാണ്, അവരുടെ ആ ഫൈറ്റിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളതെന്ന് രണ്ടുപേർക്കും അറിയാം. അന്റോണിയോയ്ക്കും അത് അറിയാമായിരുന്നു. ഫെലിക്സ് അത് പറഞ്ഞപ്പോൾ തന്നെ അന്റോണിയോയ്ക്കും അത് മനസ്സിലായി. Yeah, right. Felix's eyes squinted at the rising orange sun. I have been thinking about it too. In fact, since we found out it was going to be me and you, I have been awake at night, pulling punches on you, trying not to hurt you. So, എന്താണ് ഓരോ രാത്രികളിലും എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കുറിച്ചാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. അതായത് ഞാനും നീയും തമ്മിലാണ് മത്സരിക്കുന്നത് എന്ന് അറിഞ്ഞത് തൊട്ട് എന്താണ് ഞാൻ രാത്രി മൊത്തം ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എങ്ങനെയാണ് നിന്നെ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ നിന്നിൽ ഒരു പ്രഹരം ഏൽപ്പിക്കാതെ എങ്ങനെ വിജയിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. ഓക്കെ, നമ്മൾ തമ്മിലാണ് ഫൈറ്റ് എന്ന് അറിഞ്ഞതിന് ശേഷം രാത്രിയൊക്കെ ഉറക്കമൊഴിച്ചിരുന്ന് അന്റോണിയോയെ ഇടിക്കുന്നതും എന്നാൽ അവനെ പ്രഹരമേൽപ്പിക്കാതെ മുറിവേൽപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെ ശ്രദ്ധിക്കണം, അതിനുള്ള സ്റ്റെപ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഫെലിക്സ് പറയുന്നു. ഓക്കെ, same here. It isn't natural not to think about the fight. I mean, we both are fighters and we both want to win, but only one of us can win. There are no draws in the eliminations. So എന്താണ് അന്റോണിയോയും അതേ ചിന്തയിൽ തന്നെയാണ്. അന്റോണിയോയും പറയുന്നു ഇവിടെ ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. ഓക്കെ, ഫൈറ്റിനെ കുറിച്ച് ചിന്തിക്കുക വളരെ സ്വാഭാവികമാണ്. കാരണം നമ്മൾ രണ്ടുപേരും ഫൈറ്റേഴ്സ് ആണ്. വി ബോത്ത് ആർ ഫൈറ്റേഴ്സ് ആൻഡ് വി ബോത്ത് വോണ്ട് ടു വിൻ. നമുക്ക് രണ്ടുപേർക്കും ജയിക്കണം എന്നും ഉണ്ട്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നമുക്കറിയാം ഓൺലി വൺ ഓഫ് us ക്യാൻ വിൻ. നമ്മൾ ഒരാൾക്ക് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ എന്നും നമുക്കറിയാം. ദർ ആർ നോ ഡ്രോസ് ഇൻ ദ എലിമിനേഷൻസ്. എലിമിനേഷൻസിൽ ഡ്രോസ് ഒന്നുമില്ല, സമനിലയില്ല. അത് നമുക്കറിയാം. ആരെങ്കിലും ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കും. ഓക്കെ, Felix tapped Antonio gently on the shoulder. I don't mean to sound like I'm bragging, bro, but I want to win fair and square. So Felix Antonioയെ പതിയെ ഇങ്ങനെ എന്താണ് തട്ടിക്കൊണ്ട് പറയുകയാണ്, എനിക്ക് വിജയിക്കുന്നത് വളരെയധികം അത്യാവശ്യമാണ്. ഓക്കെ, I don't mean to sound like I'm bragging, bro, but I want to win fair and square. വളരെ നന്നായിട്ട് മത്സരിച്ച് ജയിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, വിജയം എനിക്ക് അത്രത്തോളം ആവശ്യമാണ്. Antonio nodded quietly. Yeah, we both know that in the ring, the better man wins. It's fair, Tony. When we get into the ring, it's got to be like we never met. So, Antonio പറയുന്നു, എന്താണ് അന്റോണിയോ ഇതിനെല്ലാം തലയാട്ടുന്നു. നമുക്ക് രണ്ടുപേർക്കും അറിയാം, രണ്ടുപേർക്കും വിജയിക്കുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, നല്ല കളിക്കാർ ആരോ, the better man wins. It's fair. ആരാണോ നല്ല കളിക്കാർ അവര് ജയിക്കും. നമ്മൾ റിങ്ങിലേക്ക് എത്തുമ്പോൾ എന്താണ്, നമുക്ക് ഇതുവരേക്കും നമ്മൾ അപരിചിതരായ പോലെ നമുക്ക് പെരുമാറാം. നമുക്ക് ഇതുവരെ പരിചയമില്ല. വി ഗോട്ട് ടു ബി ലൈക്ക് ടു ഹെവി സ്ട്രേഞ്ചേഴ്സ്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്? who want the same thing and only one can have it. You understand? So നമ്മൾ എങ്ങനെയാണ് അപരിചിതരെ പോലെ ആയിരിക്കണം റിങ്ങിൽ മത്സരിക്കുമ്പോൾ. നമ്മൾ അപരിചിതരെ പോലെയാണ് നേരിടേണ്ടത്. നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന കാര്യം നമ്മൾ മറക്കുക. നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ ആവശ്യമുള്ളത് വിജയിക്കുക എന്നതാണ്. പക്ഷെ ഒരാൾക്ക് മാത്രമേ അത് നേടാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി നന്നായി പ്രയത്നിക്കണം, പൊരുതണം. ഓക്കെ, സോ നമ്മൾ ഒരു അപരിചിതരെ പോലെ ആയിരിക്കണം നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. I know, Tony smiled. No pulling punches, we go all the way. Yeah, that's right. Listen, Tony, don't you think it's a good idea if we don't see each other until the day of the fight? I'm going to stay with my Aunt Lucy in the Bronx. So, അപ്പോൾ ഓക്കെ, രണ്ടുപേരും അത് സമ്മതിക്കുന്നു. നല്ല രീതിയിൽ നമ്മൾ മത്സരിച്ച് വിജയിക്കുന്നു. ഫെലിക്സ് പറയുന്നു, ഓക്കെ, നമുക്ക് ഫെലിക്സ് അന്റോണിയോയോട് പറയാണ്, നമുക്ക് ഈ മത്സരം നടക്കുന്നത് വരേക്കും നമുക്ക് തമ്മിൽ കാണാതിരിക്കാം. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഓക്കെ, സോ ഫൈറ്റിന്റെ ദിവസം വരെയും നമ്മൾ തമ്മിൽ കാണണ്ട. ഓക്കെ,
ആൻഡ് ഫെലിക്സ് പറയുന്നു, ഐ എം ഗോയിങ് ടു സ്റ്റേ വിത്ത് മൈ ഓൺ ലൂസി ഇൻ ദ ബ്രോങ്സ്. ബ്രോങ്സിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ ആന്റി, ലൂസി ആന്റിയുടെ കൂടെ താമസിക്കാനായിട്ട് ഫെലിക്സ് പോവാണ് എന്ന് പറയുന്നു. So Tony scratched his nose pensively. Yeah, it would be better for our heads. He held out his hand, palm upward. Deal. So Antonioയും അതിന് സമ്മതിക്കുകയാണ്. ഓക്കെ, അത് തന്നെയാണ് നല്ലത് എന്ന് എനിക്കും തോന്നുന്നു. നമുക്ക് മത്സരത്തിന്റെ അന്ന് വരേക്കും തമ്മിൽ കാണണ്ട. ഓക്കെ, ഡീൽ. അവർ തമ്മിൽ അതിനെ പറഞ്ഞുറപ്പിക്കുന്നു. ഫെലിക്സ് lightly slapped open skin. Ready for some more running? Tony asked lamely. No, bro, let's cut it here. You go on. I like to get things together in my head. You aren't worried, are you? Tony asked. No way, man. Felix laughed out loud. I just think it's cooler if we split right here. After the fight, we can get it together again like nothing ever happened. So, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുറപ്പിക്കുന്നു. ഇനി ഫൈറ്റിന്റെ ദിവസം വരെ നമ്മൾ കാണുന്നില്ല. സോ ടോണി ചോദിക്കുകയാണ്, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഓടിയിട്ട് പിരിഞ്ഞാലോ? അപ്പൊ ഫെലിക്സ് പറയുന്നു, നോ, ഇറ്റ്സ് നമുക്ക് ഇപ്പൊ തന്നെ ഇത് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി ഫൈറ്റിന് ശേഷം നമുക്ക് കാണാം. അപ്പോഴേക്കും നമ്മൾ വീണ്ടും പഴയതുപോലെ, ഒന്നും സംഭവിക്കാത്തതുപോലെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, സോ നമുക്ക് ഒരു ടെൻഷനും ഇല്ല, നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ നമ്മൾ വീണ്ടും ഫൈറ്റിന് ശേഷം നമ്മൾ വീണ്ടും തമ്മിൽ കാണും. അപ്പോഴും നമ്മൾ ആര് ജയിച്ചോ ആര് പരാജയപ്പെട്ടോ അതൊന്നും നമ്മുടെ ബന്ധത്തെ ബാധിക്കരുത് എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യുന്നു? പിരിയുന്നു. The Amigo brothers were not ashamed to hug each other tightly. രണ്ടുപേരും എന്താണ്, ഹഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആലിംഗനം ചെയ്തവര് പിരിയുന്നു. The evening before the big fight, Tony made his way to the roof of his building. സോ ആ വലിയ ഫൈറ്റ് നടക്കാൻ പോവാണ്. അതിന് മുൻപുള്ള വൈകുന്നേരം അന്റോണിയോ അവന്റെ ബിൽഡിങ്ങിലെ ടെറസിലേക്ക് പോകുന്നു. ആൻഡ് in the quiet early dark, he peered over the ledge. He tried not to think of Felix, feeling he had succeeded in psyching his mind. But only in the ring would he really know. To spare Felix hurt, he would have to knock him out early and quick. സോ ഫെലിക്സിനെ പറ്റി ഓർക്കാതിരിക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. അവന്റെ എന്താണ്, മനസ്സിനെ അവൻ എന്താണ് കറക്റ്റായിട്ട്, അതായത് ഒരു തരത്തിലും അത് പരാജയപ്പെട്ടു പോവാതിരിക്കാനായിട്ട് അവൻ കറക്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഫെലിക്സിനെ അവൻ ആദ്യ റൗണ്ടിൽ തന്നെ ഇടിച്ച്, അല്ലെങ്കിൽ ആദ്യ റൗണ്ടിൽ തന്നെ പരാജയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. സോ അതുകൊണ്ട് ഫൈറ്റ് കൊണ്ടുള്ള ഒരു ക്ഷതങ്ങൾ അവൻ ഏൽക്കില്ല. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പരാജയപ്പെടുത്തണം, എന്നാൽ മാത്രം പെട്ടെന്ന് പരാജയപ്പെടുത്തിയാൽ അത്രത്തോളം ഹേർട്ട് ഒന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ തീരുമാനിക്കുന്നു അന്റോണിയോ. ഫെലിക്സിന്റെ അവസ്ഥയും ഇതുപോലെയൊക്കെ തന്നെയാണ്. Up in the South Bronx, Felix decided to take in a movie in an effort to keep Antonio's face away from his fist. The flick was The Champion with Kirk Douglas. The champion was getting beaten. Felix felt a shock. He saw himself in the ring, blasting Antonio against the ropes. So ഫെലിക്സിന്റെ അവസ്ഥയും അതേപോലെ തന്നെയാണ്. അന്റോണിയോയെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഫെലിക്സ് എന്ത് തീരുമാനിച്ചു? ഒരു മൂവി കാണാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഓക്കെ, ഏതാണ് ഫിലിം? കർക്ക് ഡഗ്ലസിന്റെ ദ ചാമ്പ്യൻ എന്ന മൂവി ആയിരുന്നു അത്. ആ ചാമ്പ്യന് ഇടി കിട്ടിക്കൊണ്ടിരുന്നു. അതായത് ദ ചാമ്പ്യൻ വാസ് ഗെറ്റിംഗ് ബീറ്റൻ. ചാമ്പ്യൻ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ട് ഫെലിക്സ് ഞെട്ടിപ്പോയി. അവനാണ് റിംഗിൽ എന്ന് സങ്കല്പിച്ചു. So he saw himself in the ring, blasting Antonio against the ropes. So Antonioയെ കയറിന്മേൽ ചാരി നിർത്തി ഇടിക്കുന്നതായിട്ടൊക്കെ അവന് ഫീൽ ചെയ്തു. ആ ഫിലിം കണ്ടപ്പോഴേക്കും അവനും അന്റോണിയോയുമാണ് ആ റിംഗിൽ നിൽക്കുന്നത് എന്ന് തോന്നിപ്പോയി. He walked up some dark streets, deserted except for small pockets of worry-looking kids wearing gang colors. Walking the streets had not relaxed him. Neither had the fight flick. All it had done was to stir him up. He let himself quietly into his Aunt Lucy's apartment and went straight to bed. So അവൻ ഫിലിം കാണുന്നതൊക്കെ നിർത്തി, മൂവി കാണുന്നത് നിർത്തി, ആൻഡ് പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി. ആരും ഇല്ലാത്ത ആ സ്ഥലങ്ങളിലൂടെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പല നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച ആൺകുട്ടികളെ മാത്രമേ അവൻ കണ്ടുള്ളൂ. ആ നടത്തം കൊണ്ട് അവന്റെ മനസ്സിന് ഒരു തരത്തിലുള്ള ശാന്തതയും കിട്ടിയില്ല. സിനിമ കാണാൻ പോയത് എന്തുകൊണ്ടാണ്? അവന്റെ മനസ്സിൽ ആ ടെൻഷനൊക്കെ മാറാൻ വേണ്ടി. പക്ഷെ അത് കൂട്ടാൻ വേണ്ടി മാത്രമേ അത് സഹായിച്ചുള്ളൂ. സോ അതും അവനെ സങ്കടപ്പെടുത്തി. സോ അവൻ എന്ത് ചെയ്തു? അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു, നേരെ കിടക്കുന്നു. Antonio was passing some heavy time on his rooftop. How would the fight tomorrow affect his relationship with Felix? After all, fighting was like any other profession.
ഫ്രണ്ട്ഷിപ്പ് ഹാഡ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. സോ അന്റോണിയോയും റൂഫ് ടോപ്പിൽ ഇപ്പോ വളരെയധികം എന്താണ് കഷ്ടം എന്ന് വെച്ചാൽ അവന്റെ മനസ്സിനെ വളരെയധികം ടെൻഷനിലൂടെ കടന്നു പോകുമായിരുന്നു. എങ്ങനെയാണ് നാളത്തെ ഫൈറ്റ് അവരുടെ റിലേഷൻഷിപ്പിനെ, അന്റോണിയോയുടെയും ഫെലിക്സിന്റെയും സുഹൃത്ത് ബന്ധത്തെ ബാധിക്കുക എന്നുള്ള ചിന്തകൾ അവനെ ഇങ്ങനെ ബാധിച്ചുകൊണ്ടേയിരുന്നു. അവനറിയാം ഫൈറ്റിങ്ങും മറ്റേത് പ്രൊഫഷനെ പോലെയും ഒരു പ്രൊഫഷൻ തന്നെയാണ്, അതിൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അതിൽ ഇടയിൽ കടന്നു വരേണ്ട കാര്യമില്ല എന്ന് അവൻ അറിയാം. But a gnawing doubt crept in. He cut negative thinking really quick by doing some speedy, fancy dance steps. Felix, his amigo brother, was not going to be the Felix at all in the ring, just an opponent with another face. Antonio went to sleep. Like his friend, he prayed for victory via a quick, clean knockout in the first round. So അവൻ അറിയാം മറ്റേത് പ്രൊഫഷനെ പോലെ തന്നെയാണ് ഫൈറ്റിങ്ങും, അവിടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവരേണ്ട കാര്യമില്ല. സോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ പെട്ടെന്നായിട്ട് അവന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ അതിനെയൊക്കെ മാറ്റാൻ വേണ്ടി കുറച്ച് ഫാൻസി ചുവടുകളുള്ള നൃത്തമൊക്കെ ചെയ്യുന്നു അവൻ. എന്നിട്ട് അവന്റെ ആ ഒരു അമിഗോ ബ്രദർ, സുഹൃത്ത്, സഹോദരനെ പോലുള്ള സുഹൃത്ത്, അത് ഫെലിക്സ് ആയിരിക്കില്ല റിങ്ങിൽ. എന്ന് വെച്ചാൽ അവന്റെ ആ ഒരു അമിഗോ ബ്രദർ ആയിട്ടുള്ള ഫെലിക്സ് അല്ല റിങ്ങില്, പകരം ഒപ്പണന്റ്, അവന്റെ എതിരാളി മാത്രമായിരിക്കും റിങ്ങിൽ നിൽക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ തന്നെ പെട്ടെന്നുള്ള ആ ഒരു നോക്കൗട്ടില് അവനെ പരാജയപ്പെടുത്തുകയായിരിക്കണം ലക്ഷ്യം. എന്ന് വെച്ചാൽ അധികം ഹേർട്ട് ചെയ്യിക്കാതെ പെട്ടെന്ന് തന്നെ പരാജയപ്പെടുത്തുകയാവണം തന്റെ ലക്ഷ്യം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അന്റോണിയോയും കിടക്കാൻ പോകുന്നു. ഓക്കെ, ലാർജ് പോസ്റ്റേഴ്സ് plastered all over the walls of local shops announced the fight between Antonio Cruz and Felix Vargas as the main bout. സോ ഫൈറ്റിനെ പറ്റിയുള്ള വലിയ വലിയ പോസ്റ്ററുകൾ എല്ലാ ചുമരുകളിലും ഒക്കെ പതിച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു ഇവർ തമ്മിലുള്ളത്. ഓക്കെ, the fight had created great interest in the neighborhood. Antonio and Felix were well liked and respected. Each had his own loyal following. So രണ്ടുപേരിലെയും ആ ഒരു ഫൈറ്റ് വളരെയധികം എല്ലാവർക്കും താല്പര്യമുണ്ടാക്കിയിരുന്നു. കാരണം രണ്ട് ആൾക്കാരെയും, ആ രണ്ട് യങ്സ്റ്റേഴ്സിനെയും ആൾക്കാർ വളരെയധികം ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ രണ്ടുപേർക്കും ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ എല്ലാവരും വളരെയധികം താല്പര്യത്തോടു കൂടി അവരെ ഫൈറ്റ് നോക്കിക്കണ്ടിരുന്നു. The fight was scheduled to take place in Tompkins Square Park. Tompkins Square പാർക്കിലാണ് ഫൈറ്റ് നടക്കാൻ പോകുന്നത്. The morning of the fight, Tompkins Square was a beehive of activity with numerous workers setting up the ring, the seats, and the guest speakers stand. The scheduled bouts began shortly afternoon, and the park had begun filling up even earlier. So, രാവിലെ തന്നെ ആ റിങ്ങും സീറ്റുകളും എല്ലാം കറക്റ്റ് ആയിട്ട് സ്റ്റാൻഡും എല്ലാം ആൾക്കാർ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു, റെഡിയാക്കിക്കൊണ്ടിരുന്നു. ഉച്ച കഴിഞ്ഞ ഉടനെ തന്നെ തീരുമാനിച്ചിരുന്ന എന്താണ് ആ ഫൈറ്റ്സിന് വേണ്ടിയിട്ട് അതിന് മുൻപ് തന്നെ ആൾക്കാർ അവിടെ നിറഞ്ഞു തുടങ്ങി. ഓക്കെ, the waiting time was over. Felix was escorted from the classroom by a dozen fans in white t-shirts. Antonio was escorted down a different stairwell and guided through a roped off path. So കാത്തിരിപ്പിന്റെ ആ സമയമൊക്കെ കഴിഞ്ഞു. വെള്ള ടീഷർട്ട് ധരിച്ച കുറെ ആൾക്കാരെ ഫോളോ ചെയ്തുകൊണ്ട് ഫെലിക്സ് അവിടേക്ക് വരുന്നു. അതായത് ഒരുപാട് ആരാധകരുള്ള ഫെലിക്സും അതുപോലെ തന്നെ അന്റോണിയോ മറ്റൊരു വഴിയിലൂടെ കടന്നു വന്നു. രണ്ടുപേരും റിങ്ങിലേക്ക് കയറുകയാണ്. രണ്ടുപേർക്കും നല്ല ഫാൻ ഫോളോയിങ് ഉണ്ട്. As the two climbed into the ring, the crowd exploded with a roar. Antonio and Felix both bowed gracefully and then raised their arms in acknowledgement. സോ രണ്ടുപേർക്കും വളരെയധികം ആരാധകരൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരും റിങ്ങിനുള്ളിലേക്ക് കയറി. ആൾക്കാര് അപ്പൊ തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടി അവര് ശബ്ദത്തോടു കൂടി ഇവരെ രണ്ടുപേരെയും സ്വീകരിച്ചു. ആന്റോണിയോയും ഫെലിക്സും എങ്ങനെയാണ് ആരാധകരോടുള്ള ആ ഒരു ആദരവോടുകൂടി തലകുനിച്ച് അവരുടെ അഭിവാദ്യം അംഗീകരിച്ചതുപോലെ കൈ ഉയർത്തി കാണിക്കുന്നു അവർക്ക് നേരെ. Antonio tried to be cool. He turned slowly to meet Felix's eyes looking directly into his. Felix nodded his head and Antonio responded. Antonio വളരെയധികം ശാന്തനായിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ ഫെലിക്സിന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ഫെലിക്സ് അവന് റിപ്ലൈ ചെയ്യുന്നത് പോലെ നോഡഡ്, തലയാട്ടി. അന്റോണിയോയും അതിന് റെസ്പോണ്ട് ചെയ്യുന്നു. ബോങ് ബോങ് ബോങ്, ദ റോർ ടേൺ ടു സ്റ്റിൽനെസ്. സോ ആ ഒരു കളി തുടങ്ങാനുള്ള സമയമായി, ഫൈറ്റ് തുടങ്ങാനുള്ള സമയമായി. അതിനുള്ള അനൗൺസ്മെന്റ് ചെയ്യുന്ന ആള് വന്നു. ഇത് കേട്ടപ്പം തന്നെ ജനക്കൂട്ടമെല്ലാം വളരെയധികം
റോർ അലർച്ചയെല്ലാം പെട്ടെന്ന് നിശബ്ദമായി. Ladies and gentlemen, the announcer spoke slowly. Now is the moment we have all been waiting for. The main event between the two fine young Puerto Rican fighters. So, announcer announce ചെയ്യാണ്. Ladies and gentlemen, നിങ്ങൾ കാത്തിരുന്ന നിമിഷം വന്നിരിക്കുന്നു. വളരെയധികം സുന്ദരന്മാരായിട്ടുള്ള. Now is the moment we have all been waiting for, the main event between the two fine young Puerto Rican fighters. So, വളരെ നല്ല രണ്ട് പോർട്ടോറിക്കൻ ചെറുപ്പക്കാർ തമ്മിലുള്ള ആ ഒരു ഫൈറ്റ്, അതിനുള്ള സമയം ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് രണ്ട് ഫൈറ്റേഴ്സിനെയും അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇൻ ദിസ് കോർണർ weighing 134 pounds, Felix Vargas, and in this corner weighing 133 pounds, Antonio Cruz. So രണ്ടുപേരെയും ഇദ്ദേഹം അനൗൺസ് ചെയ്യുന്നു. ഫെലിക്സ് വർഗസ് 134 pound and Antonio 133 pound. അവരുടെ ആ വെയിറ്റ്. The winner will represent the boys club in the tournament of champions, the Golden Gloves. So ഇതിൽ വിജയിക്കുന്ന ആളായിരിക്കും ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പില് ബോയ്സ് ക്ലബിനെ പ്രതിനിധീകരിക്കുന്നത്. Okay, and there will be no draw. May the best man win. ഇതില് സമനിലയൊന്നുമില്ല. ഇത് ഒരു എലിമിനേഷൻ ഫൈറ്റ് ആണ്. ഏറ്റവും നല്ല മത്സരാർത്ഥി ആരോ, ഏറ്റവും നന്നായി ഫൈറ്റ് ചെയ്യുന്നത് ആരോ, അവര് വിജയിക്കട്ടെ. The cheering of the crowd shook the window panes of the old buildings surrounding Tompkins Square Park. So ആ ജനക്കൂട്ടത്തിന്റെ ആ ഒരു ആർപ്പ് വിളി, ഓക്കെ, ഭയങ്കരമായിട്ട് അവര് എല്ലായിടവും ഇങ്ങനെ കുലുങ്ങുന്ന മട്ടിൽ അവരുടെ, എന്ന് വെച്ചാൽ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ കുലുങ്ങുന്നത് പോലുള്ള രീതിയിൽ അവര് ആർപ്പ് വിളിച്ചു. At the center of the ring, the referee was giving instructions to the youngsters. റിങ്ങിന്റെ സെന്ററിലായിട്ട് റെഫറി രണ്ടുപേർക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. Keep your punches up. No low blows. No punching on the back of the head. Keep your heads up. Understand? Let's have a clean fight. Now shake hands and come out fighting. So, നിങ്ങൾ എന്താണ് ഫൈറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഇരിക്കുമ്പോഴൊക്കെ അത് ശരീരത്തിന്റെ മുകൾ ഭാഗത്തായിരിക്കണം, താഴോട്ട് ഇരിക്കരുത്, തലയുടെ പുറകിലും ഇരിക്കരുത്. നല്ലൊരു ഫൈറ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിയും ഒന്നും ഇല്ലാതെ നല്ല ഫൈറ്റ് ആയിരിക്കണം. നിങ്ങൾ ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ഹാൻഡ് ചെയ്ത് ഫൈറ്റിനായിട്ട് റെഡി ആയി വരിക. Both youngsters touched gloves and nodded. They turned and danced quickly to their corners. രണ്ടുപേരും ഗ്ലൗസ് ഒക്കെ മുട്ടിച്ച് റെഡി എന്ന അർത്ഥത്തിൽ തലയാട്ടി രണ്ടുപേരും അവരുടെ കോർണേഴ്സിലേക്ക് പോകുന്നു. Bong bong, round one. Felix and Antonio turned and faced each other squarely in a fighting pose. So രണ്ടുപേരും ഫൈറ്റിംഗ് പോസ്, അതായത് മത്സരിക്കാൻ റെഡി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്ത് നിന്നു. Felix wasted no time. He came in fast, head low, half hunched toward his right shoulder and lashed out with a straight left. Felix ഒട്ടും തന്നെ സമയം പാഴാക്കിയില്ല. അവൻ ശരിക്കുള്ള മത്സരാർത്ഥികളെ പോലെ, എങ്ങനെയാണ് രണ്ട് ഫൈറ്റേഴ്സ് തമ്മിൽ മത്സരിക്കുന്നത് അതുപോലെ തന്നെ അവൻ മൂവ്മെന്റ്സ് തുടങ്ങി. He missed a right cross as Antonio slipped the punch and countered with three lefts that snapped Felix's head back, sending a mild shock coursing through him. If Felix had any small doubt about their friendship affecting their fight, it was being neatly dispelled. So രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്ത് എന്താണ് നല്ല ഫൈറ്റേഴ്സിനെ പോലെ, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇതിൽ നമുക്ക് കാണാനേ സാധിക്കില്ല. ഓക്കെ, അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ് എന്ന് നമുക്ക് കാണാനേ സാധിക്കില്ല. ആ ഒരു രീതിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ തുടങ്ങി. സോ രണ്ടുപേരും നന്നായിട്ട് നല്ല മത്സരാർത്ഥികളെ പോലെ ഫൈറ്റ് ചെയ്തിരുന്നു. ആൻഡ് ആ ഒരു മത്സരത്തിൽ എങ്ങനെയാണ് വളരെയധികം അന്റോണിയോയും ഫെലിക്സും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് മറ്റേയാളെ നിലത്തടിക്കാൻ, ഒരാള് മറ്റേയാളെ നിലത്തടിക്കാൻ ശ്രമിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം പഞ്ചസും അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് തന്നെ, അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഈ ഒരു മത്സരം അങ്ങ് അവസാനിപ്പിക്കുക. Antonio's left hand was like a piston pumping jabs, one right after another with seeming ease. Felix bobbed and weaved and never stopped boring in. He knew that at long range he was at a disadvantage. Antonio had too much reach on him. Only by coming in close could Felix hope to achieve the dream of knockout. Antonio knew the dynamite that was stored in his Amigo brother's fist.
He ducked a short right and missed the left hook. Felix trapped him against the ropes just long enough to pour some punishing rights and lefts to Antonio's hard midsection. Antonio slipped away from Felix, crashing into lefts to his head, which set Felix's right ear ringing. Felix walked briskly back to his corner. Antonio gracefully danced his way towards his stool. So, ഇവിടെ ഫസ്റ്റ് റൗണ്ട് ആണ് ഇവിടെ പറയുന്നത്. ഇതിൽ നമ്മൾ അന്റോണിയോയും ഫെലിക്സും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇടത്ത് വശത്ത് 3 ഇടി കൊടുക്കുന്നത് കൊണ്ട് ഈ ഫെലിക്സിന്റെ തല താഴോട്ട് തിരിയുന്നു. ആന്റോണിയോയുടെ പ്രഹരം അവനൊരു ഉള്ളിലൂടെ ഒരു ഷോക്ക് ചീറി പായുന്നത് പോലെ തോന്നുന്നു. വീണ്ടും ആന്റോണിയോ ഫെലിക്സിന്റെ തലയ്ക്ക് 2 ഇടി കൂടെ കൊടുക്കുന്നു. അത് അവന്റെ ചെവിയിൽ ഭയങ്കരമായിട്ട് മുഴക്കമുണ്ടാക്കി. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. സോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ആ ഫൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇവിടെ ഫെലിക്സ് വളരെയധികം ഫെലിക്സിനെ പെട്ടെന്ന് ഈ ഒരു എഫക്ട് ചെയ്യുന്നു ഇത്. ആന്റോണിയോ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് അദ്ദേഹത്തിന്റെ കോർണറിലേക്ക് പോകുന്നു. ബോങ് ബോങ് ബോങ്. റൗണ്ട് 2. Felix was off his stool and rushed to Antonio like a bull, sending a hard right to his head. Antonio, hurt, sent back a blurring barrage of lefts and rights that only meant pain to Felix. Felix bobbed and weaved, occasionally punching his 2 gloves together. So രണ്ടാമത്തെ റൗണ്ട് തുടങ്ങുന്നു. ഫെലിക്സ് അവന്റെ ആ ഒരു സ്ഥലത്ത് നിന്ന്, അവന്റെ സ്റ്റൂളിൽ നിന്ന് എഴുന്നേറ്റ് ഒരു ലൈക്ക് എ ബുൾ, ഒരു കാളക്കുട്ടനെ പോലെ ആന്റോണിയോയുടെ അടുത്തേക്ക് കുതിക്കുന്നു. ആന്റോണിയോയും നല്ല പോലെ തിരിച്ച് ഫൈറ്റ് ചെയ്തു. 2 ഫൈറ്റേഴ്സും 1 ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഓക്കെ, ആൻഡ് വളരെ നന്നായിട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുകയാണ്. ആന്റോണിയോ waited for the rush that was sure to come. Felix closed in and feinted with his left shoulder and threw a right instead. Rights to the body, lefts to the head. Neither fighter was giving an inch. Suddenly, a short right caught Antonio squarely on the chin. His long legs turned to jelly and his arms flailed out desperately. Felix, grunting like a bull, threw wild punches from every direction. Antonio, groggy, bobbed and weaved, evading most of the blows. Suddenly, his head cleared. His left flashed out, hard and straight, catching Felix on the bridge of his nose. So, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ഫൈറ്റ് ചെയ്യാണ്. രണ്ടുപേരും വളരെ സ്ട്രോങ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാണ്. ആരും ഒട്ടും പോലും വിട്ടുകൊടുക്കുന്നില്ല. പെട്ടെന്ന് ആന്റോണിയോയുടെ താടിക്ക് ഫെലിക്സ് നന്നായിട്ടൊരു ഇടി കൊടുക്കുന്നു. അവന്റെ കാലൊക്കെ കുഴയുന്നത് പോലെ അവന് തോന്നുന്നു. അവന്റെ കൈകളെല്ലാം തൂങ്ങിപ്പോകുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ തല പെട്ടെന്നൊന്ന് ക്ലിയർ ആവുകയും ഫെലിക്സിന്റെ മൂക്ക് നോക്കി അവന്റെ മൂക്കിന്റെ പാലത്തിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്നു. സോ in a log, Felix heard the roaring of the crowd, who seemed to have gone insane. His head cleared to hear the bell sound at the end of the round. His trainer sat him down on the stool. In his corner, Antonio was doing what all fighters do when they are hurt. They sit and smile at everyone. So, ആന്റോണിയോയും ഫെലിക്സും വളരെ ഉച്ചത്തിലുള്ള ക്രൗഡിന്റെ നിലവിളി, അവരുടെ ആർപ്പ് വിളി കേൾക്കുകയാണ്. ഓക്കെ, അവര് ഇവരുടെ ഓരോ ഫൈറ്റിനും അവര് വളരെയധികം ആർപ്പ് വിളിച്ച് ഇവരെ രണ്ടുപേരെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. ഓക്കെ, സോ രണ്ടാമത്തെ റൗണ്ടിലും ആരും തന്നെ ഒരു അല്പം പോലും പരാജയപ്പെടാനുള്ള ഒരു സാധ്യതയും കാണിക്കുന്നില്ല. ഇവിടെ ആന്റോണിയോയുടെ താടിക്ക് ഇടി കിട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഫെലിക്സ് എന്നാൽ വളരെയധികം മുരണ്ടുകൊണ്ട് ഒരു കാളക്കുട്ടനെ പോലെ എല്ലാ വശങ്ങളിലും നിന്നും ആന്റോണിയോ ഇടിക്കുന്നു. സോ അതുകൊണ്ട് രണ്ടാളും ജയിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശക്തമായിട്ട് ഇരിക്കുന്നു. സോ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് ആന്റോണിയോയ്ക്ക് കുറച്ച് മുൻകൈ കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതേസമയം സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് ഫെലിക്സിന്റെ ആ ഒരു പോരാട്ടമാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, the referee signaled the ring doctor to check the fighters out. He did so and then gave his okay. The cold water sponges brought clarity to both Amigo brothers. They were rubbed until their circulation ran free. So, referee ഈ 2 ഫൈറ്റേഴ്സിനെയും പരിശോധിക്കാനായിട്ട് റിംഗ് ഡോക്ടറോട് ആവശ്യപ്പെടുന്നു.
അദ്ദേഹം പരിശോധിക്കുന്നു. ആൻഡ് ദെൻ ഹി ഡിഡ് സോ ആൻഡ് ദെൻ ഗേവ് ഹിസ് ഓക്കെ. അദ്ദേഹം ഓക്കെ പറഞ്ഞു. തണുത്ത വെള്ളം കൊണ്ടുള്ള ആ ഒരു എന്താണ്, ദ കോൾഡ് വാട്ടർ സ്പോഞ്ചസ് ബ്രോട്ട് ക്ലാരിറ്റി ടു ബോത്ത് അമിഗോ ബ്രദേഴ്സ്. സോ തണുത്ത വെള്ളം കൊണ്ട് തുടയ്ക്കുന്നത് കൊണ്ട് രണ്ടുപേർക്കും അവർക്ക് കുറച്ച് ക്ലാരിറ്റി, അവർക്ക് കുറച്ച് എന്താണ് ഒരു ഉന്മേഷമൊക്കെ ലഭിച്ചു. they were rubbed until their circulation ran free. അവരുടെ ആ ഒരു രക്തഓട്ടം നോർമൽ ആകുന്നത് വരെ അവരെ റബ്ബ് ചെയ്തുകൊണ്ടേയിരുന്നു. ഓക്കെ, bong bong bong. Round 3, the final round. Up to now it had been tic tac toe, pretty much even, but everyone knew there could be no draw and that this round would decide the winner. So ഇതുവരേക്കും തേർഡ് റൗണ്ടിനുള്ള വിസിൽ മുഴങ്ങി കഴിഞ്ഞു. സോ ഇപ്പൊ അവസാനത്തെ റൗണ്ടാണ്. ഇത്രയും നേരം കാര്യങ്ങളെല്ലാം ഒരേ വിധത്തിലായിരുന്നു. ഒരാൾക്ക് മുൻകൈ ഉണ്ടായിരുന്നു ഒരു സമയം, മറ്റൊരാൾക്ക് മുൻകൈ ഉണ്ടായിരുന്നു ഒരു സമയം. സോ പക്ഷെ എല്ലാവർക്കും അറിയാം ഇവിടെ ഡ്രോ ഇല്ല. ഓക്കെ, എന്താണ്, സമനില ഉണ്ടാവില്ല. സോ ഇതാണ് വിജയെ തീരുമാനിക്കാനുള്ള ലാസ്റ്റ് റൗണ്ട്. ദിസ് ടൈം, to Felix's surprise, it was Antonio who came out fast, charging across the ring. Felix braced himself but couldn't ward off the barrage of punches. Felix tapped his gloves and commenced his attack anew. Antonio, throwing boxers caution to the winds, jumped in to meet him. Both pounded away. So ഇപ്രാവശ്യം ഫെലിക്സിന്റെ ആ ഒരു സർപ്രൈസിൽ അന്റോണിയോ പെട്ടെന്ന് തന്നെ ഇടി തുടങ്ങി. അന്റോണിയോയ്ക്ക് ആദ്യം ചെറുതായിട്ട് അത് അതിശയമായി ഫീൽ ചെയ്തുവെങ്കിലും പെട്ടെന്ന് തിരിച്ച് ഫെലിക്സും അറ്റാക്ക് ചെയ്തു. രണ്ടുപേരും നല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരാളും ഒരല്പം പോലും പിന്നോട്ട് പോകുന്നില്ല. Neither gave an inch and neither fell to the canvas. They fought toe to toe. The sounds of their blows were loud in contrast to the silence of a crowd gone completely mute. The referee was stunned by their savagery. So, അവരെ രണ്ടുപേരും ആരും തന്നെ ക്യാൻവാസിൽ വീണില്ല. രണ്ടുപേരും ജയിക്കാൻ വേണ്ടി കിണഞ്ഞു പൊരുതുന്നുണ്ട്. അവരുടെ ഇടിയുടെ ശബ്ദം വളരെ ഉച്ചത്തിലായി. ജനക്കൂട്ടം പോലും പെട്ടെന്ന്, ഇത്രയും ആർപ്പ് വിളിച്ചുകൊണ്ടിരുന്ന ആ ജനക്കൂട്ടം പെട്ടെന്ന് നിശബ്ദരായി പോയിരുന്നു. കാരണം അവിടെ ആ ഒരു റിങ്ങിൽ അവർ യാതൊരു മനുഷ്യത്വവും കാണുന്നില്ല. ഓക്കെ, അതുകൊണ്ട് റെഫറിക്ക് പോലും വളരെയധികം സ്റ്റണ്ടായി പോയി. റെഫറി പോലും വളരെയധികം അത്ഭുതപ്പെട്ടു പോയി. അത്രയ്ക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ്. Bong, bong, bong. The bells sounded over and over again. Felix and Antonio were past hearing. Their blows continued to pound on each other like hailstones. Finally, the referee and the two trainers pried Felix and Antonio apart. Cold water was poured over them to bring them back to their senses. They looked around and then rushed toward each other. So, നിർത്താനുള്ള ബെല്ല് വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആന്റോണിയോയും ഫെലിക്സും അത് കേട്ടതായിട്ട് ഭാവിക്കുന്നില്ല, അല്ലെങ്കിൽ അവരത് കേൾക്കുന്നില്ല. അവരുടെ ഇടികൾ എങ്ങനെ ഹെയിൽ സ്റ്റോൺസ്, ആലിപ്പഴം വീഴുന്നത് പോലെ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. സോ അവസാനം റെഫറിയും രണ്ട് ട്രെയിനേഴ്സും കൂടെ അവരെ പിടിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. അവരുടെ ആ ഒരു സുബോധത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരെ തമ്മിൽ വേർപെടുത്തുകയാണ്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, എന്നിട്ട് വീണ്ടും മത്സരിക്കാനായിട്ട് മുന്നോട്ട് വരുന്നു. A cry of alarm surged through Tompkins Square Park. Was this a fight to the death instead of a boxing match? So, എല്ലാവരും പേടിച്ചു പോയി. ഇത് ബോക്സിംഗ് മാച്ചിന് പകരം ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്ക് പോവുകയാണോ എന്ന് എല്ലാവരും പേടിക്കുന്നു. The fear soon gave way to wave upon wave of cheering as the two amigos embraced. പക്ഷേ ആ ഒരു പേടി പെട്ടെന്ന് തന്നെ മാറി. അത് എന്താണ്, വളരെയധികം ഒരു ക്ലാപ്പിങ്ങിലേക്കും ചിയറിംഗിലേക്കും ഒക്കെ പോകുന്നു. കാരണം രണ്ട് സുഹൃത്തുക്കളും പെട്ടെന്ന് തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു. No matter what the decision, they knew they would always be champions to each other. എന്താണ് ഡിസിഷൻ എന്തായാലും, തീരുമാനം എന്തായാലും അവർക്കത് പ്രശ്നമല്ല. കാരണം ഓരോരുത്തർക്കും സ്വയം അവർ ചാമ്പ്യൻ ആയി കഴിഞ്ഞു. Bong, bong, bong. Ladies and gentlemen, the winner and representative to the Golden Gloves Tournament of Champions is. So announcement തുടങ്ങുകയാണ്. Ladies and gentlemen, ഈ മത്സരത്തിന്റെ വിജയിയും അതുപോലെ തന്നെ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പില് ബോയ്സ് ക്ലബിനെ റെപ്രസെന്റ് ചെയ്യുന്നതുമായിട്ടുള്ള വ്യക്തി
The announcer turned to point the winner and found himself alone. Arm in arm, the champions had already left the ring. So announcer ഫെലിക്സിനെയും അന്റോണിയോയെയും ചൂണ്ടിയിട്ട് ആരാണ് വിന്നർ എന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടി തിരിഞ്ഞപ്പോഴേക്കും അയാൾ വേറെ ആരെയും അവിടെ കണ്ടില്ല, അയാൾ മാത്രം നിൽക്കുന്നു. എന്താണ് കാണുന്ന കാഴ്ച? ആ ചാമ്പ്യന്മാർ രണ്ടുപേരും കൈ പിടിച്ചുകൊണ്ട് ആ റിങ്ങിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഓക്കെ, സോ ഇതാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. സോ ഇവിടെ ആ ഒരു അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചാലും അവർക്ക് അവരുടെ ആ ഒരു എന്താണ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി പോരാടണം. അവരവരുടെ മാക്സിമം അവര് പോരാടി. എങ്ങനെയാണ്? ആദ്യത്തെ റൗണ്ടിൽ അന്റോണിയോയും രണ്ടാമത്തെ റൗണ്ടിൽ ഫെലിക്സും മൂന്നാമത്തെ റൗണ്ടിൽ രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ആര് വിജയിക്കും ആര് തോൽക്കും എന്ന് പറയാൻ സാധിക്കാത്ത രീതിയിൽ. സോ അത്രയ്ക്ക് വളരെയധികം നന്നായിട്ട് പോരാടിയിട്ട് അവസാനം വിജയ് ആരെന്ന് കേൾക്കാൻ പോലും നിൽക്കാതെ അവര് രണ്ടുപേരും ഹഗ് ചെയ്തിട്ട് എംപ്രൈസ് ചെയ്തിട്ട് അവിടെ നിന്ന് പോവാണ്. ഓക്കെ, സോ അത് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ആ ഒരു എന്താണ് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. എത്രത്തോളം അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു, ആസ് ഫ്രണ്ട്സ്, ആസ് ബ്രദേഴ്സ്, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അവർ ആദ്യം തൊട്ടേ വളരെയധികം ഫ്രണ്ട്സ് ആയിരുന്നു, അത് അവരിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. സോ ഇതാണ് ഈ ഒരു സ്റ്റോറിയുടെ സമ്മറി എന്ന് പറയുന്നത്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.